എന്നാൽ പോലും ഞാൻ പറയുള്ളൂ, ഈ കിച്ചു എന്ന് പറയുന്ന ഒരുത്തൻ അവനെ എന്താ പറയുക, കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാരും കുറച്ച് അമ്മച്ചിമാരും എല്ലാം സ്വന്തം മകനായിട്ട് കേരളത്തിന്റെ ദത്തുപുത്രനായിട്ടൊക്കെ കൊണ്ടുവരുന്നത്. ഈ നാറിയൊന്നും അങ്ങനെ മോനല്ല, അവനെ കൊണ്ടുവരത്തില്ല. രേണു പറയാതെ പറഞ്ഞു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവൻ പറഞ്ഞത് 2 വയസ്സ് വരെ അവന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുള്ളൂ, പെറ്റമ്മയുടെ സ്നേഹം കിട്ടും. പെറ്റമ്മയുടെ സ്നേഹം കിട്ടണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം. പെറ്റമ്മ പോയത് പോട്ടെ, പോറ്റമ്മ ഉണ്ടല്ലോ, സ്വന്തം അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാനായിട്ട് പഠിക്കണം. ശരിയല്ലേ? അമ്മയെ അമ്മയായിട്ട് കാണണം, എങ്കിലേ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അമ്മയുടെ മറ്റൊരു രീതിയിൽ കണ്ടിട്ടുണ്ട് ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. കൂടുതൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ ഈ തലച്ചുമലിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ അവനെ കല്ലെറിയും. ഇതൊക്കെ വെറുതെ വന്നിട്ട് രേണുവിനെ വിളിപ്പിക്കാനായിട്ട് പറയുന്നൊന്നുമല്ല. കിച്ചു മോനെ, നീ ഉപയോഗിച്ചിട്ടുള്ള ഫോണും സുധി ഉപയോഗിച്ചിട്ടുള്ള ഫോണുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ തെളിവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സംഭവങ്ങളൊന്നുമല്ല. അവളെ പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ ആക്രമിച്ച് കഴിഞ്ഞിട്ട് ആ പെണ്ണിനെ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന പെണ്ണ് ഇന്ന് രാവിലെ തൂങ്ങി കിടക്കരുത്. രേണു ഹോസ്പിറ്റലായിരുന്നു. രേണു ക്യാൻസർ ആണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി ക്യാൻസറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നില്ല. രേണു ഒന്ന് രാവിലെ കയറി തൂങ്ങിയായിരുന്നു ഫാനിൽ. അപ്പം രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ലിബു കണ്ടുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് ഈ നേരത്തെ കൊച്ചിനെ കെട്ടി വയ്ക്കായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞാണ് ഏറ്റവും കൗതുകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവിടെ മൂത്ത മകൻ അവകാശപ്പെടുന്ന ഒരു പരനാറിയുണ്ട്, അവൻ അങ്ങനെ വിളിക്കും, വേറെ നാറിയാണ്. അവൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. അത് കണ്ടിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്ര അവൾ തൂങ്ങിയത്. ഞാൻ നമ്മളെ കുറേ ചീത്ത വിളിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിരുന്നും പറഞ്ഞ പോലും ഈ ഒരു അസുഖത്തിൽ നിൽക്കുന്ന ഒരാളാണ്. മാനസികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? അറിയാൻ പറ്റിട്ട് ചോദിക്കുക, ഇത് എന്തൊക്കെയാണ് ഇത് ശരിക്കും പറഞ്ഞ കഷ്ടമാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കൊക്കെ ഒന്നും മിണ്ടാതിരുന്നൂടെ ദൈവീ? എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറഞ്ഞു കൂട്ടുന്നത്? എവിടേക്കാ ഈ കാര്യത്തിന്റെ പോക്ക് ശരിക്കും പറഞ്ഞ? 2 കൂട്ടരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ മലർന്നു നടന്ന് തുപ്പുവാണോ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഈ രേണുവിനെ ചുറ്റിപ്പറ്റിയുള്ളവർ, അതോടൊപ്പം തന്നെ കിച്ചുവിനെ ചുറ്റിപ്പറ്റിയുള്ളവർ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഓരോന്ന് എന്തൊക്കെയാണ് പറയുന്നതെന്ന് അവർക്ക് തന്നെ ഒരു പിടുത്തമില്ലാത്ത തരത്തിലാണ് ഓരോന്ന് പറയുന്നതാണ് തോന്നുന്നത്. ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ രേണു ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് രേണുവായിട്ട് ബന്ധപ്പെട്ട ഒരാൾ വന്ന് പറയുകയാണ് ഇങ്ങനെയാണ് എന്നുള്ളത്. ഒരു വീഡിയോ കൂടെ കാണാം, എന്നിട്ട് പറയാം. 4 മെസ്സേജ് എന്താ സത്യാവസ്ഥ ചോദിച്ചു മെസ്സേജ് ചെയ്ത് ഇന്നലെ രേണു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് രേണു വീട്ടിലുണ്ട്. അപ്പം വീട്ടുകാർ പല ആൾക്കാരോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുക ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് മുഖ്യമൂലം കിട്ടിയിട്ട് ഇങ്ങനെ വീഡിയോസ് ഇട്ടതായിരിക്കാം എന്നുള്ള രീതിയാണ് പല ആൾക്കാരും പറഞ്ഞത്. അതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. ഇതിന്റെ സത്യാവസ്ഥ കറക്റ്റ് അറിയില്ല. ചിലപ്പം വീട്ടുകാർ ഹൈഡ് ചെയ്യുന്നതായിരിക്കാം എന്തോ. അപ്പം ഞാൻ കറക്റ്റ് സോഴ്സ് കൂടെ അറിഞ്ഞൊരു കാര്യം വെച്ചാൽ സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലാണ്. ഇദ്ദേഹം ആ ഒരു ഫാമിലിയുടെ നല്ല അടുപ്പം ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. എനിക്ക് അറിയാൻ കഴിഞ്ഞൊരു കാര്യം മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. പുള്ളിക്കാരി ഇപ്പം നിലവിൽ വീട്ടിലുണ്ട്. നീ കാണിക്കുന്നത് ഭയങ്കര മോശമാണ്. നമുക്ക് അമ്മയെ കാണാൻ പറഞ്ഞാൽ നീ വീട്ടിലേക്കല്ലായിരുന്നു വരേണ്ടത്. അമ്മ ഹോസ്പിറ്റലിൽ അറിയാലോ, നീ പിന്നെ അവിടെ വന്ന് കുത്തി പിടിച്ചിരുന്ന കാര്യം. നീ അവൾ വരുവാണെന്നുണ്ടെങ്കിൽ ശരിയാണ്, ഐസിനകത്തോടെ കാണിക്കാം, കയറ്റിയല്ല. സീമാജി നേരമുള്ള ആൾക്കാർ വന്നു. പക്ഷേ അവർ വേറൊരു സൈഡിൽ കൂടെ പോയിട്ട് അവൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. കിച്ചു ആണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് സൈഡിൽ കൂടെ ആണെങ്കിലും അമ്മയെ ഒന്ന് കണ്ടുപോകാമായിരുന്നു. നീ അമ്മയെ കാണാൻ പോയി ആരും കാണിച്ചില്ല എന്നുള്ളത് പറഞ്ഞു പറയണം. വേറെ നാറിയാണ് ഉള്ള കാര്യം പറയും. ഇവനെ കുറിച്ച് നടക്കില്ലോ ഒരു കാരണവശാലും സോഷ്യൽ മീഡിയ ആൾക്കാർ ഇവനെ കുറിച്ച് നടക്കില്ല. ഇവൻ വേറെ നാറിയ. ഇവൻ എന്താ പറയുക, ഇവൻ പൈപ്പോളം കുടിക്കൂല, കടവെള്ളം കുടിക്കൂല, ഇവൻ ഫാസ്റ്റ് ഫുഡ് മാത്രമേ ഇറങ്ങുള്ളൂ. ഈ രേണു സുധി ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവൻ ഓരോ കടകളിൽ പോയി ഫാസ്റ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം ഇവൻ പൈസ കൊടുക്കാനായിട്ട് പൈസ ഇല്ലാണ്ട് അപ്പോൾ രമേശ് ചേച്ചിനെ ഇവരൊക്കെ വിളിക്കുന്ന സമയത്ത് തന്നെ ഞാൻ തന്നെ എത്രയോ പൈസ ഇട്ട് കൊടുത്തെന്ന് പറയും. എനിക്ക് അറിയാനായിട്ട് പറ്റില്ല, എനിക്ക് പറ്റില്ല, താല്പര്യമില്ല. ഇങ്ങനെ കാര്യങ്ങളും പറ്റിയിട്ട് ഒരു കാര്യമില്ല. ഇവനെ സത്യസന്ധ കാര്യം പറയും, സോഷ്യൽ മീഡിയ എല്ലാവരും ഞാൻ പറയും. ഇവനെ ഒരിക്കലും എന്താ പറയുക, സുധി എന്ന് പറയുന്ന മനുഷ്യൻ നമുക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും പറയുന്നു. രേണു ഇപ്പോൾ വീട്ടിലുണ്ട് എന്ന തരത്തിലും രേണുവിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ അറിയാവുന്ന ചിലരും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിന്റെ റിയാലിറ്റി, എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നൊന്നും ആർക്കും ഒരു പിടുത്തമില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക്കിന്റെ മുന്നിൽ എത്തിച്ചുകൊണ്ട് ഒരു വേണ്ടാത്ത പരിപാടിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എടുത്ത് പറയേണ്ടി വരും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പേഴ്സണലി തീർക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ അതെടുത്തുകൊണ്ട് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാട്ടുകാരെ മുമ്പിൽ എത്തിച്ചിട്ട് ഒരുമാതിരി അലക്കുന്ന പരിപാടിയല്ല ചെയ്യേണ്ടതെന്ന് പറയുന്നത്. രേണു എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താണ് നിലവിലുള്ളത്, നിലവിൽ അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്നത് മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാക്കിയിട്ട് പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് നിലവിലത്തെ സിറ്റുവേഷന് വേണ്ടതെന്ന് പറയുന്നത്. അല്ലാതെ രേണുവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ പോലും ഈ പറയുന്ന രീതിയിലോട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ കൊണ്ടൊന്നും നിൽക്കത്തില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്, എന്തൊക്കെയാണ് ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇതിനൊക്കെ ഏറ്റവും ആദ്യം തുടക്കം എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് കിച്ചു എന്ന് പറയുന്ന വ്യക്തി കാണാൻ വന്നില്ല എന്ന് പറഞ്ഞ് അവിടം തൊട്ട് തുടങ്ങിയ ഒരു പ്രശ്നമാണ് ഇതെന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുന്നതെന്ന് പറയുന്നത്. ആ പ്രശ്നം ആരാണ് ഉണ്ടാക്കിയത്, ആ പ്രശ്നം ആരാണ് നാട്ടുകാരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തത്, എന്തായിരുന്നു അതിന്റെ ആവശ്യം? ശരിക്കും പറഞ്ഞാൽ അവന്റെ വഴി നോക്കി, അവന്റെ കാര്യം നോക്കി, അവൻ ആർക്കും ഒരു ശല്യം ഇല്ലാതെ പൊക്കോണ്ടിരിക്കുന്ന ഒരു ഇതല്ലായിരുന്നു. ഇവനെ വലിച്ചിതിലോട്ടിട്ടതല്ലേ ശരിക്കും പറഞ്ഞാൽ? അതിന്റെ ആവശ്യം എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ? എന്തായിരുന്നു? അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉണ്ടായതിനു ശേഷമല്ലേ ഇത്രത്തോളം പ്രശ്നം ഇവിടം വരെ എത്തി നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത്. അവനൊരു വീഡിയോ ചെയ്യാനും പിന്നെ ആ ഒരു തരത്തിൽ വീണ്ടും രേണുവിന് ഒരു വീഡിയോ ചെയ്യാനും പിന്നെ അത് ബാക്കിയുള്ളവരെ എടുത്ത് പ്രതികരിക്കാനും അത് വേറൊരു തരത്തിലേക്ക് എത്താനും അവസാനം അവൻ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇത് മറ്റത് മറിച്ചത് അവസാനം അവൻ തന്നെ വീഡിയോയിൽ വന്നതുകൊണ്ട് ഇങ്ങനെയാണ് സംഭവം എന്ന് പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. പിന്നെ അതിനെ പ്രതികരിച്ചുകൊണ്ട് വീണ്ടും രേണു വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി.
അവസാനം എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ. എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? അവസാനം എന്താ ഇങ്ങനെ ഒരു കാര്യം കൂടി. രേണുവിനെ അറിയാവുന്ന വ്യക്തി വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം ചെളിവാരി എറിഞ്ഞ് നാറ്റിക്കാനായിട്ടുള്ള പുറപ്പാടാണ്. അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. ഞാൻ രേണുവിന് ഇങ്ങനെ ഒരു കാര്യമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഇതുവരെയായിട്ട് ഞാൻ രേണുവിനെ കുറ്റം പറഞ്ഞിട്ടില്ല. എനിക്കങ്ങനെ പറയാൻ തോന്നുന്നില്ല. കാരണം ആ ഒരു അസുഖം അത് റിക്കവറായി വരണമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഒരു കാര്യം ഓർക്കണം, രേണു ആയാലും രേണുവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരായാലും പല കാര്യങ്ങളും ഈ ഒരു സിറ്റുവേഷനിൽ എന്താ പറയുക വേണ്ടാത്ത രീതിയിലോട്ട് എത്തിക്കാതിരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണുള്ളതെന്ന് പറയുന്നത്. എന്താണ് ഈ പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പരമ കഷ്ടമാണ്. കാരണം ഇത് നാട്ടുകാർക്ക് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒന്ന് നോക്കാൻ പറ്റാത്ത തരത്തിലോട്ട് വീണ്ടും വീണ്ടും എത്തിച്ചു കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുക, വീണ്ടും ഒരു നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുവാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിൽ നിന്നും കുറച്ചൊന്ന് മാറി നിൽക്കുക, അതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നല്ലതെന്ന് പറയുന്നത്. അത് രേണുവിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങൾ തൊട്ടതിനും പിടിച്ചതിനും ആ ഒരു രീതിയിൽ റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു തരത്തിൽ എത്തിച്ചു കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റി അത് പ്രശ്നമാക്കി മാറ്റുന്നത്? ഒന്നുകിൽ സോഷ്യൽ മീഡിയ കുറച്ച് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആവുന്നത് വരെയും ഒന്ന് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കയറി പ്രതികരിക്കാതിരിക്കുക കുറച്ച് നാളത്തേക്കെങ്കിലും. മനസ്സമാധാനവും ആ ഒരു തരത്തിൽ റെസ്റ്റും വേണമെന്നുള്ള ഒരു സിറ്റുവേഷനാണ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു കാര്യം ചെയ്യേണ്ടത് പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതൊന്നും ചെയ്യാതെ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ തീർച്ചയായിട്ടും അത് വേറൊരു തരത്തിലേക്ക് എത്തുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറുമെന്നതിൽ യാതൊരു സംശയമില്ല. അത് എത്തിക്കുന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇതിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ? ഇതെന്തോന്നാണ്? സോഷ്യൽ മീഡിയ യുദ്ധമാണോ? രേണുവിൻ്റെ ഭാഗത്തു നിന്നുള്ളവർ, കിച്ചുവിൻ്റെ ഭാഗത്തു നിന്നുള്ളവർ, രേണു ഒരു വശം, കിച്ചു ഒരു വശം. എന്തോന്നാണ് ഇതൊക്കെ? എന്തോന്നാണ് ഇതൊക്കെ? അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ വലിച്ചിടുകയാണ് ഇതിലോട്ട്. എന്തൊക്കെയാ പറയുന്നതെന്ന് പോലും ഒരു ബോധമില്ലാത്ത രീതിയിലാണ് ഓരോന്ന് വിളിച്ച് പറയുന്നത്. ഇതൊക്കെ ഉള്ളതാണോ? ഇതൊക്കെ കള്ളമാണോ? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തുവാ അത്? നിങ്ങൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് നാട്ടുകാരെ പൊട്ടന്മാരാക്കുവാണോ ശരിക്കും പറഞ്ഞാൽ? ഇത് മോശമാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. മോശമാണ് ഇങ്ങനെ ചെയ്യുന്ന കാര്യം. രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുവാണ്, രേണു നിലവിലത്തെ സിറ്റുവേഷനിൽ രേണു ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇൻവോൾവ് ആവാതെ മാറി റെസ്റ്റ് എടുത്ത് പരമാവധി സോഷ്യൽ മീഡിയ ഉപയോഗം മാറ്റിവെച്ചുകൊണ്ട് ആ ഒരു തരത്തിൽ എന്താ പറയുക ഒരു കൂൾ മൈൻഡോടുകൂടി നിലവിലത്തെ സിറ്റുവേഷനിൽ മുന്നോട്ട് പോവുകയാണ് നല്ലതെന്ന് പറയുന്നത്. കാരണം ഒരു രോഗം പിടിപെട്ടു, ആ രോഗത്തിൽ നിന്നും ഒരു റിക്കവർ ഉണ്ടാവണമെങ്കിൽ മനസമാധാനമാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതിന് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു സാധനം ഒട്ടും മനസമാധാനം തരാത്ത ഒരു കാര്യമാണ് എന്നുള്ളത് രേണുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ടുള്ള കാര്യം. എന്നിട്ടും പിന്നും എന്തിനാണ് ഇതുപോലുള്ള കാര്യങ്ങളിലോട്ട് ഇൻവോൾവ് ആവുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത്. രേണു ഒരു വശമാണെങ്കിൽ രേണുവിനെ ചുറ്റിപ്പറ്റിയുള്ളവർ മറുവശത്തുകൊണ്ട് വേറൊരു തരത്തിൽ ഓരോ കാര്യങ്ങൾ ആക്കി തീർക്കാനായിട്ട് നോക്കുന്നു. ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാനിവിടെ രേണുവിനെയും കുറ്റം പറയുന്നില്ല, ഞാനിവിടെ കിച്ചുവിനെയും കുറ്റം പറയുന്നില്ല. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നിൽക്കുന്നവർ ചെയ്യുന്ന ഓരോ പരിപാടികൾ ശരിക്കും പറഞ്ഞാൽ രണ്ടു കൂട്ടർക്കും നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. കുറച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയാനും അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഒരു ബോധം കാണിക്കണം ആരായാലും. ഇതൊക്കെ എന്താണിത്? ഒരു വശത്ത് വയ്യ, ഒരു വശത്ത് അത്രയ്ക്കും ഉള്ള ഒരു സിറ്റുവേഷൻ ആണ്. മറുവശത്ത് വരുമ്പോഴത്തേക്കും അത് പിന്നെ എന്താ പറയുക നാട്ടുകാർക്ക് ഒരു നെഗറ്റീവ് അടിക്കാനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കി വെച്ച് കൊടുക്കുന്ന തരത്തിലോട്ട് വീണ്ടും വീണ്ടും കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ആ ഒരു രീതിയിലേക്ക് പോകുന്നത്? മാക്സിമം ഇതിൽ നിന്നൊന്ന് റിക്കവറായി വരുന്നവരേക്കെങ്കിലും ഒന്ന് ആ ഒരു തരത്തിൽ വേറെ കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ആവാതെ ഇടപെടാതെ ഇരുന്നുകൂടി ശരിക്കും പറഞ്ഞാൽ അതല്ലേ നല്ലതെന്ന് പറയുന്നത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ ശരിക്കും പറഞ്ഞാൽ?